അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഏതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ? ഒത്തിരി പാടുന്നവരെയാണോ, അല്ലെങ്കിൽ ഒത്തിരി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഒത്തിരി ദശാംശം കൊടുക്കുന്നവരാണോ, അല്ലെങ്കിൽ ദൈവമക്കളെ ഇതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞു. എന്നാൽ ഇവിടെ ഹല്ലേലൂയ സങ്കീർത്തനക്കാരും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവൻ്റെ തലമുറ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹല്ലേലൂയ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെ കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ, അവന് യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു യഹോവയെ അന്വേഷിക്കുന്നവൻ്റെ തലമുറ. ഈ കാലത്ത് ഹല്ലേലൂയ നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ അല്ലെങ്കിൽ വിശ്വാസ ഗോളത്തിൽ നോക്കുമ്പോൾ വ്യാജത്തിന് മനസ്സ് വെക്കുന്നവർ അനേകരുണ്ട്, കള്ളസത്യം ചെയ്യുന്നവർ അനേകരുണ്ട്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ നീതിയെ ഹല്ലേലൂയ അലക്ഷ്യമാക്കി അനേകർ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ വാസ്തവമായ യഹോവയെ അന്വേഷിക്കുന്ന തലമുറ ഇപ്രകാരമായിരിക്കണം. ഹല്ലേലൂയ നമ്മളൊരു പാരമ്പര്യ പെന്തിക്കോസുകാരനായിട്ട് ജനിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ വന്നുകൂടിയിട്ടോ കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വ്യാജത്തിന് മനസ്സ് വെക്കാതെ കള്ളസത്യം ചെയ്യാതെ ഹല്ലേലൂയ യഹോവയുടെ അനുഗ്രഹം പ്രാപിപ്പാൻ നാൾ തോറും കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ മോശ ഒരു കാര്യം കാണുന്നുണ്ട്, മുൾപ്പടർപ്പ് കത്തുന്നു, എന്നാൽ അത് വെന്തു പോകുന്നില്ല. ഹല്ലേലൂയ അത് കണ്ടപ്പോൾ ആ പർവ്വതത്തിൽ ഹല്ലേലൂയ തീ കത്തുന്നത് വെന്തു പോകാത്ത അത്ഭുതമായ കാര്യം കണ്ടപ്പോൾ അതെന്താണെന്ന് നോക്കുവാൻ മോശ അങ്ങോട്ട് ചെല്ലുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിന് ചെരുപ്പ് അഴിച്ചു കളക എന്നെ കൽപ്പിച്ചു. ഹല്ലേലൂയ ഇതൊരു വിശുദ്ധ ഹല്ലേലൂയ ഭൂമിയാണ്, ഇത് വിശുദ്ധ പർവ്വതമാണ്. ഇവിടെ വരണമെങ്കിൽ ചില പ്രമാണങ്ങളുണ്ട്. ഹല്ലേലൂയ ഇവിടെ മോശയോട് പറയുന്നു, നീ ഫറവോന്റെ പുത്രിയുടെ മകനായിരിക്കുക, അല്ലെങ്കിൽ നീ ഹല്ലേലൂയ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഈ പർവ്വതത്തിൽ നീ വരണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അശുദ്ധികളെ നീ മാറ്റിക്കളയണം, നിന്റെ ജീവിതത്തിൽ അശുദ്ധിയുള്ള ചെരുപ്പുകൾ നീ അഴിച്ചു കളയണം. എൻ്റെ ജീവിതത്തിൽ അശുദ്ധി എവിടെയാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ച കർത്താവിൻ ദാസൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ കുറവ് എന്താണെന്ന് നമുക്കറിയാം. അത് ഹല്ലേലൂയ വാസ്തവമായി ഉരിഞ്ഞു കളഞ്ഞിട്ട് ഹല്ലേലൂയ നാം ദൈവസ്ഥാനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകും എന്നവൻ അരുളി ചെയ്യുന്നു. വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ അശുദ്ധികൾ മാറ്റി ഹല്ലേലൂയ വാസ്തവമായി കർത്താവിൻ്റെ പർവ്വതത്തിലേക്ക് നാം കയറിയാൽ ഇന്ന് രാക്കാലം നമ്മോട് ദൈവം പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസ്ഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ്, എന്നാൽ ആ ദൈവം ഇന്ന് നിന്റെ പിതാവാണ്. ഹല്ലേലൂയ നിന്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിന്റെ ജനത്തിൻ്റെ ഞെരുക്കം ഞാൻ കേട്ടു. ഹല്ലേലൂയ അവരെ വിടുവിപ്പാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഈ നാളി ദൈവമേ, ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അശുദ്ധികൾ മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് വിരോധമായി ഇരുന്ന സകല ഉയർച്ചകളും മാറ്റിക്കളഞ്ഞ് കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിൻ്റെ കർത്താവിൻ്റെ ദാസനെ കർത്താവിൻ്റെ വചനത്തിനായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.